ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ പുതുച്ചേരി, കേരള, തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം. പുതുച്ചേരിയിൽ രാവിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം നാളെ വൈകിട്ട് 6:30 ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തും. പാളയം LMS ൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മറ്റന്നാൾ വർക്കലയിൽ 93ാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാലാഞ്ചിറ മാർ ഇവാനിയൂസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയും മറ്റന്നാൾ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് ഗതാഗത നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെ കനകക്കുന്ന് കോമ്പൌണ്ടിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ സുരക്ഷ മുതൽ കായിക രംഗം വരെയും ശാസ്ത്ര ലാബുകൾ മുതൽ ആഗോള വേദികൾ വരെയും വിവിധ മേഖലകളിൽ ഇന്ത്യ കരുത്തുറ്റ മുദ്ര പതിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ 2025 നിരവധി നിമിഷങ്ങൾ നൽകിയെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഇന്ന് നോക്കുന്നതെന്നും യുവശക്തിയാണ് ഇതിന് പ്രധാന കാരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത മാസം 12-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2ാമത് വികസിത ഭാരത് യുവ നേതൃ संवादത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. मेरे युवा साथी कई बार मुझसे ये पूछते हैं कि नेशन बिल्डिंग में वो अपना योगदान और कैसे बढ़ाएं, वो कैसे अपने आइडियाज शेयर कर सकते हैं. कई साथी पूछते हैं कि मेरे सामने वो अपने आइडियाज का प्रेजेंटेशन कैसे दे सकते हैं. हमारे युवा साथियों की इस जिज्ञासा का समाधान है विकसित भारत यंग लीडर्स डायलॉग. പുതിയ തലമുറ പുത്തൻ രീതികളിലൂടെ ഭാരതീയ സംസ്കാരത്തിന്റെ വേരുകൾ മുറുകെ പിടിക്കുന്നതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം രേഖപ്പെടുത്തി. വിവേചനരഹിതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുതെന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ എന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് 80,000 രൂപ വരെ സർക്കാർ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാരാണസിയിൽ നടന്നതും അദ്ദേഹം പരാമർശിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സംഗീത ക്ലാസ്, ഹിന്ദുസ്ഥാനി സംഗീതം, നാടോടി സംഗീത പാരമ്പര്യങ്ങൾ, ക്ലാസിക്കൽ കലാശൈലികൾ എന്നിവയുടെ സംഗമസ്ഥാനമായി മാറിയത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ക്രിയാത്മക ഉദാഹരണങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പത്തനംതിട്ട ജില്ലയിലെ നിരണം, കടപ്ര, പെരിങ്ങര പഞ്ചായത്തുകളിൽ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ ഉൾപ്പെട്ട നിരണം, കടപ്ര, പെരിങ്ങര പഞ്ചായത്തുകളിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ ഇറച്ചി, മുട്ട, ഫ്രോസൺ മീറ്റ്, മറ്റു പക്ഷി ഉത്പന്നങ്ങൾ, വളം എന്നിവയുടെ ഉപയോഗവും വിപണനവും പക്ഷികളുടെയും പക്ഷി ഉത്പന്നങ്ങളുടെയും കടത്തലും ഇന്നു മുതൽ 7 ദിവസത്തേക്കാണ് സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ നിരോധിച്ച് ഉത്തരവിറക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിക്കും. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ 3 ദിവസത്തെ സന്ദർശനം ഇന്നലെ ആരംഭിച്ചിരുന്നു. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eca.gov.in, co.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4, ജില്ലാ പഞ്ചായത്തിൽ 5, മുനിസിപ്പാലിറ്റികളിൽ 6, കോർപ്പറേഷനുകളിൽ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഘടകങ്ങളാണ് പെട്രോളിയവും പ്രകൃതിവാതകവും. താങ്ങാനാവുന്ന വിലയിൽ ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സമഗ്രമായ സമീപനമാണ് 2025-ൽ പിന്തുടർന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം 2025 ഡിസംബർ 1 വരെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏകദേശം 10.35 കോടിയിൽ എത്തി. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്ത് വലിയ മാറ്റം കൊണ്ടുവന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അഹമ്മദാബാദിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച നെറ്റ്കോൺ 2025-നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. അമേരിക്ക മുന്നോട്ടുവച്ച സുരക്ഷാ ഗ്യാരണ്ടികളും 20 സമാധാന പദ്ധതികളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ബേപ്പൂരിന് ജലകായിക സാഹസികതയുടെ 3 ദിനരാത്രങ്ങൾ സമ്മാനിച്ച 5ാമത് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ഇന്ന് സമാപനം. വലിയ ജനപങ്കാളിത്തമാണ് മേളയിൽ ഉണ്ടായത്. ഫെസ്റ്റിന്റെ ഭാഗമായി എത്തിയ നാവികസേനയുടെ പ്രതിരോധ കപ്പലായ INS കൽപ്പേനി കാണാനും ഒട്ടേറെ പേർ എത്തി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൊതുജന പങ്കാളിത്തം കൊണ്ടും സാഹസികത കൊണ്ടും മത്സര വൈവിധ്യം കൊണ്ടും ഇതിനകം ശ്രദ്ധേയമായ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ 3ാം ദിവസത്തിൽ കയാക്കിംഗ് മത്സരവും ഡ്രാഗൺ ബോട്ട് റേസുമാണ് പ്രധാനമായ ആകർഷണങ്ങൾ. കൂടാതെ കോസ്റ്റ് ഗാർഡിന്റെ നേവി കപ്പൽ പ്രദർശനവും നടന്നു. ഫുഡ് ഫെസ്റ്റിവൽ നാളെയും തുടരും. ബേപ്പൂർ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണമായ നാവികസേനയുടെ പ്രതിരോധ കപ്പലായ INS കൽപ്പനി 2010 ശേഷം കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ്. ചാലിയം ഓഷ്യാനസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാരത്തൺ 13 കിലോമീറ്റർ പിന്നിട്ട് ബേപ്പൂർ മറീന ബീച്ചിൽ അവസാനിച്ചു. 500ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. ബേപ്പൂരിന്റെ തീരദേശ സംസ്കാരവും മത്സ്യബന്ധനത്തിന്റെ കായികക്ഷമതയും ഒരുപോലെ പ്രകടമാകുന്നതായിരുന്നു വിവിധ മത്സരങ്ങൾ. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 222 റൺസ് വിജയലക്ഷ്യം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 2 വിക്കറ്റിന് 221 റൺസ് എടുത്തു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ബാല പാർലമെന്റിന്റെ മുന്നോടിയായി നാളെ മന്ത്രി MP രാജേഷ് ബാലസഭാംഗങ്ങളുമായി സംവദിക്കും. രാവിലെ 9:30 ശ്രീകാര്യം ചാവടിമുക്കിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷനിലാണ് പരിപാടി. 2027 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് മുന്നോടിയായി നാളെ കോവളം ആർട്സ് ആന്റ് ക്രാഫ്റ്റ് വില്ലേജിൽ പ്രീ ലോഞ്ച് അന്താരാഷ്ട്ര ഗവേഷക സംഗമം നടക്കും. രാവിലെ 9:30 മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വയനാട് ജില്ലയിൽ വൈത്തിരി തരുവണ്ണ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ കൊല്ലം ജില്ലയിൽ നാളെ നടക്കും. രാവിലെ 10:30 ചിന്നക്കടയിൽ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ അവകാശികളെ കണ്ടെത്തുന്നതിനായാണ് പ്രത്യേക ക്യാമ്പയിൻ. ബംഗ്ലാദേശിൽ 2026 ഫെബ്രുവരി 12 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ന്യൂനപക്ഷ സംരക്ഷണം, പാർട്ടി ഐക്യം, ദുർബലമായ രാഷ്ട്രീയ സഖ്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കി. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകണമെന്ന് ബംഗ്ലാദേശ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തായ്ലൻഡിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി രംഗത്തിറക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഫെബ്രുവരി 8 തായ്ലൻഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന അനുദിൻ ചരൺ വിരാകുൽ കാലയളവ് തീരുന്നതിന് മുൻപ് പാർലമെന്റ് പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യൂറോപ്പിലെ നോർഡിക് രാജ്യങ്ങളിൽ വീശിയടിച്ച ശക്തമായ ശൈത്യക്കാറ്റ് ജനജീവിതത്തെ ബാധിച്ചു. സ്വീഡനിൽ 2 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. സ്വീഡൻ, നോർവേ, ഫിൻലൻഡ് എന്നിവിടങ്ങളിലെ 10,000-കണക്കിന് വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ ഗതാഗത സർവീസുകൾ റദ്ദാക്കി. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ നടയടച്ച ശനിയാഴ്ച വരെ പരമ്പരാഗത കാനന പാദയാത്ര സത്രം പുല്ലുമേട്ടിലൂടെ സന്നിധാനത്തേക്ക് കടന്നുപോയത് 1,61,209 തീർത്ഥാടകർ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 76,400 തീർത്ഥാടകരാണ് പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ചത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും 120 ഹോസ്റ്റലുകളിലെയും 1,500-ലധികം വിദ്യാർത്ഥികളാണ് കലാമേളയിൽ പങ്കെടുക്കുന്നത്. പട്ടികവർഗ സമൂഹത്തിലെ പരമ്പരാഗത ഗാനങ്ങളും നൃത്തങ്ങളും ഉൾപ്പെടെ 31 ഇനങ്ങളിലാണ് മത്സരം. ഈ മാസം 30 വരെയാണ് കലോത്സവം. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റെയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.